ഇസു സുമി എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ഇസു സുമി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വിഷയം. വാസ്തവത്തിൽ ഈ വിഷയം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് എന്നല്ല എന്ന് പറയുക. ഹസ്ബൻഡ് എന്ന് പറയുന്ന നല്ല ഒന്നാം തരം ഒരു കള്ളകൃഷ്ണനാണ്. പുള്ളിക്കാരനിക്ക് അവിടെ തന്നെ ഗൾഫിലാണ്, ദുബായിലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ ഒരുപാട് സെറ്റപ്പുകൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രത്യേകതരം ജീവിതം. ഇതില് ഇസു സുമി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ 3 കുഞ്ഞുങ്ങളെ 2 കുഞ്ഞുങ്ങളെ അയാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ ഒരു കുട്ടി മാത്രമാണ് ഇവർക്കൊപ്പം. ഇവരെ പറ്റി പടുമോശമായിട്ട് വളരെ അവഹേളനമായ രീതിയിൽ അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ പറഞ്ഞ് ആളുകളിൽ നിന്ന് സിമ്പതി വാങ്ങിച്ചെടുത്ത് റീച്ചിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് എല്ലാവരും പറയുന്നു. കൂടെ ഇസു സുമിയും പറയുന്നു. കുറച്ച് കാര്യം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഞാൻ നാട്ടും പുറത്തുകാരിയാണ്, ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിംഗും കാര്യമില്ലാത്തവര് എന്നെ ജീവിതത്തിൽ ഇങ്ങനെ കറിവേപ്പിൽ എടുത്തുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം തന്നെ. അപ്പൊ ഇപ്പൊ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കണേ നാട്ടിൽ വന്നിട്ട് മക്കൾ എടുത്തോണ്ട് പോയി, എന്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ. ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറിയ അഭിഷേകമാണ്. ഇയാള് ഇപ്പൊ റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ എന്നെ തെറിയ അഭിഷേകമാണ്. ഇയാളെ 3 മക്കളെ പ്രസവിച്ചു, ഇയാളെ കൂടെ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ച് ജീവിച്ചു എന്നല്ലാതെ ഞാനൊരു തെറ്റും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. തിരുത്തേണ്ട സമയത്ത് ഇയാളെ തിരുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. ആ ഒരു കാര്യത്തിൽ തോൽവിയാണ് ഞാൻ. ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു, ഇയാൾക്കൊരു അസുഖമുണ്ട്, മറ്റുള്ള പെമ്പിളാരോട് ചാറ്റിങ്, വീഡിയോ കോളിങ്. ഒരു ഭാര്യ നിലനിൽക്കെ പ്രേമം, ഭയങ്കര പ്രേമം, ഒടുക്കത്തെ പ്രേമായിരിക്കും. ഇയാളെ കൂടെ ഗൾഫിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ പോയി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇയാളെ ഈ ഒരു പരിസ്ഥിതി ബന്ധം കാരണം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഈ ഒരു വാട്സാപ്പ് കോള്, ചാറ്റിങ്, പ്രണയങ്ങളായിരുന്നു, ഭയങ്കര പ്രണയങ്ങൾ. ഇതൊക്കെ കണ്ട് മനസ്സ് കല്ലായി മാറിയിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഗൾഫ് വിളിക്കരുത്. ഇതൊക്കെ കാണാനും കേൾക്കാനാണെങ്കിൽ ഇനി മേലെ ഞാൻ നിങ്ങൾ കൂടെ ഗൾഫ് ചെയ്യാൻ തിരിച്ചു വരില്ല. അങ്ങനെ ലൈഫ് എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ നാട്ടിൽ എന്റെ മക്കളെ കൊണ്ട് ഞാൻ ജീവിച്ചുകൊണ്ട്. അതിനുശേഷം ഇയാൾ പിന്നെ എന്നോട് ഒരുപാട് ഗൾഫിക്ക് പോരാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ പോവാത്തത് അഭിഹിതം കാരണമാണ് ഞാൻ പോവാത്തത് നമുക്ക് പറയുന്നത്. കാരണം ഇയാൾ ദുബായിൽ എങ്ങനത്തെ ആളാ. പിന്നീടാണ് ഇയാൾ ദുബായിക്ക് മാറിയത് 2016 ആ സമയത്ത്. ദുബായിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇയാളെ പറയായിരിക്കും, അവർക്കൊക്കെ അറിയാം ഇയാൾ എങ്ങനത്തെ ആളാണ് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഗതികേടോടാണ് ഇങ്ങനെ വരുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യ എനിക്ക് ഞാൻ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ മനുഷ്യന്മാരുടെ കൂടാനോ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളോട്, ഇതെന്താ കാര്യങ്ങൾ, ഇതെന്താന്നുള്ളത്. എനിക്കിങ്ങനെ എല്ലാവരും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. എല്ലാവരും ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ നാട്ടിലോ അയാളുടെ നാട്ടിലോ അന്വേഷിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എന്തെങ്കിലും ചീത്ത പേര് എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ. എന്നെ ഇയാൾ ഒരുപാട് കാലം എന്നെ മക്കൾ തിരിഞ്ഞു നോക്കിയിട്ട് 1 വർഷത്തോളം ഇയാൾ വീട്ടിൽ നിന്ന് വേറെ വാടക എടുത്ത് താമസിക്കുന്നു. ആ സമയത്ത് എന്നെ സഹായിച്ചു എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സുകളും അവർക്ക് എന്റെ കാമുകന്മാരാണ് ഇയാൾ ലിസ്റ്റിൽ. ഇയാൾ നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും. ഇയാൾ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വാസ്തവമില്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ. ഇയാൾ അവിടെ ദുബായിൽ, ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിൽ ഒരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് 5 വർഷത്തോളം ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിച്ചത്. ഞാനിവിടെ പൊട്ടത്തിയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ജീവിക്കാം. 3 മക്കൾ ഞാൻ പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോൾ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കാം. 3 മക്കൾ ഞാൻ പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോൾ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നം കാര്യമൊക്കെ ഉണ്ടാക്കിയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഫോണിൽ നിന്ന് നിസാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന് ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു. കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വരുത്തി തീർക്കായിരുന്നു. അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇയാൾ ഓൾറെഡി എന്റെ മക്കളൊക്കെ പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു. അങ്ങനെ എന്റെ മക്കളെ ഇയാൾ എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടാക്കി തരാം. പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ്, എന്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ്. ഇപ്പൊ പോയിട്ട് 1.5 വർഷമായി. എന്റെ മക്കൾക്ക് ബാപ്പാന്നുള്ള സ്നേഹം. ഇനി ഈ വിഷയത്തില് ഇയാളുടെ കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ ചേർക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ചു ഭാഗം ലാസ്റ്റ് പോർഷനിൽ ചേർത്തേക്കാം. ബട്ട് സ്റ്റിൽ പുള്ളി പറയുന്നതും പുള്ളിയുടെ സംസാര രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ മിക്ക ആണുങ്ങളുടെ ഒരു സ്ഥിര പരിപാടി എന്ന് പറഞ്ഞാൽ ഭാര്യ മോശമാണ് എന്ന് വരുത്തി തീർക്കുക, പറയുക ഷീസ് നോട്ട് പെർഫെക്റ്റ് ഇനഫ്, അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പാടുപെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പല പെണ്ണുങ്ങൾ പോയി അങ്ങോട്ട് ചാടിക്കൊടുക്കും. മിക്ക അഭിഹിതങ്ങളും ഇങ്ങനെയാണ് നടക്കുന്നത്. ഈ ഇടയ്ക്ക് എന്റെ അടുത്തേക്ക് വന്ന ഒരു അഭിഹിത റാണിയുടെ കഥയും ഏതാണ്ട് സിമിലർ ആയിരുന്നു. അത് ഞാൻ പൊളിച്ചു കൊടുത്തത് കൃത്യമായി പറഞ്ഞാണ്. പക്ഷെ മനസ്സിലാക്കാതെ വീണ്ടും ആ ചെന്നായിയുടെ വലയിൽ പെട്ടുകൊണ്ട് എനിക്കെതിരെ അറ്റാക്ക് ചെയ്ത ഒരു രീതിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാതെ ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ പറഞ്ഞത് മുഴുക്ക ആദ്യത്തെ ഭാര്യ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തരില്ല, നന്നായി തരത്തില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ 3 ഉണ്ടായി. അതെങ്ങനെ എന്തോ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ഉണ്ടായതായിരിക്കും.
ഏതായാലും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാ ആണുങ്ങളുടെയും സ്ട്രാറ്റജിയാണ്. മിക്ക ആണുങ്ങൾക്കും പരസ്ത്രീ ബന്ധം വേണമെന്ന് തോന്നുന്ന മിക്ക ആണുങ്ങൾക്കും ഇത് തന്നെയാണ് പറയുന്നത്. ഇനി ഭാര്യ അവിടെ നിൽക്കട്ടെ, എനിക്ക് അവരുടെ ഒരു കുറ്റവുമില്ല. തൽക്കാലം ഞാൻ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മറ്റൊരു വിവാഹം വേണം എന്ന് പറഞ്ഞ് മാന്യമായി അവരെ മാറ്റി നിർത്തി വരുന്ന ആണുങ്ങൾ മിടുക്കന്മാരായിരിക്കും, നല്ലവരായിരിക്കും. അതേസമയം ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ 100% പ്രതീക്ഷിച്ചോളൂ, അവന്റെ ഉദ്ദേശ ലക്ഷ്യം നിങ്ങളുമായി അത്യാവശ്യം സുഖം അനുഭവിക്കുക എന്നുള്ളതാണ്. കാര്യത്തോടെടുക്കുമ്പം, അതായത് നിങ്ങളെ വെച്ചുള്ള സുഖമെല്ലാം അനുഭവിച്ചൊക്കെ കഴിഞ്ഞ് ചണ്ടിയായി എന്നൊക്കെ ഒരു ബോധ്യം വരുന്ന സമയത്ത് പയ്യെ സ്കൂട്ടാകും, പറയും ഭാര്യ എന്നെ തിരിച്ചു വിളിക്കുന്നു, എന്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ല, എന്റെ ഭാര്യയായിരുന്നു മെച്ചം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിസ്സാരമായിട്ട് കളഞ്ഞിട്ട് പോകും. ഇത് പറഞ്ഞു തരുന്നവരെ ശത്രുവാക്കാതെ ഇരുന്ന് ആലോചിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അനുഭവം ഒരുപാടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ വന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതും അവയർനെസ് ഇല്ലായ്മയാണ്. ഇനി ഈ പെൺകുട്ടിക്ക് സപ്പോർട്ടീവായി കുടുംബമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഈ പെൺകുട്ടിയെ കൂടുതൽ അവൻ ആക്രമിച്ചതെന്നാണ് അവന്റെ വാക്കുകളിൽ കൂടെ മനസ്സിലായിട്ടുള്ളൂ. വളരെ മോശമായിട്ടാണ് ഈ പെൺകുട്ടിയെ അവൻ അഡ്രസ് ചെയ്യുന്നത്. അത് മറ്റൊന്നിനുമല്ല, ഭാര്യ ഉപേക്ഷിച്ചു, ഭാര്യ കുട്ടികളെ നോക്കുന്നില്ല, ആ കുഞ്ഞുങ്ങൾ എന്റെ ഒപ്പമാണ്, ഞാൻ നോക്കുന്നുണ്ട് എന്ന് വരുത്തി തീർത്താൽ പെണ്ണുങ്ങൾക്ക് സിമ്പതി കൂടും. ആ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടാണെങ്കിലും പലവരും ഓടി അങ്ങോട്ട് കയറും. മിക്കവാറും മെജോറിറ്റി ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അതുപോലെ പ്രോബ്ലം അനുഭവിച്ചവരായിരിക്കും. അവരെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം അവരെ കിട്ടും, അവർ നല്ല എക്സ്പെൻസും കൊടുക്കും, കൂടെ കൊച്ചുങ്ങളെ നോക്കും, ആകെ മൊത്തത്തിൽ ഒരു ഹീറോ. പിന്നെ എത്ര പ്രണയിച്ചാലും പ്രണയം തീരാത്ത കുറെ വാഴകളുണ്ട്. അതിലൊരാളാണ് ഇയാൾ. ഇയാൾക്ക് നല്ല സോക്കേടാണ്. അത് സുനാ കൊണ്ടുള്ള സോക്കേടല്ല, ഇങ്ങനെ മധുരതരമായി സംസാരിച്ച് മീഠായിട്ട് ഇരിക്കണം. അതാദ്യം തന്നെ ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണമായിരുന്നു. ഒരെണ്ണമൊക്കെ ഉണ്ടാക്കി അത് മതി എന്ന ടൈമിൽ നിൽക്കണമായിരുന്നു. ബിക്കോസ് ഇത് എപ്പോ വേണമെങ്കിലും പൊട്ടാം എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്കുണ്ടാവും. ചെറിയ വയസ്സിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴയാണ്, പക്വതയില്ലായ്മ കൊണ്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. ഇപ്പോഴും ഇസ്ലാം മതവിശ്വാസിയാണ്. ഇസ്ലാം മതവിശ്വാസത്തിലുള്ള കുട്ടിക്ക് ഇനിയും ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ, അവന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് ഉപേക്ഷിക്കാൻ പറ്റും. മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ പെൺകുട്ടിക്ക് നിസ്സാരമായി ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവളിൽ നിന്ന് വിവാഹമോചനം വാങ്ങിക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോലീസിൽ പോകാം, കോടതിയിൽ പോകാം. കസ്റ്റഡി നിങ്ങൾക്ക് തന്നെ കിട്ടും. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് ആ കുട്ടികൾ നിങ്ങൾക്കൊപ്പം തന്നെ വളരണം. ആൺമക്കൾക്ക് 5 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനാണ് അധികാരി. അത് കുഞ്ഞുങ്ങൾ പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് അധികാരം. അയാൾ മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്ത സ്ഥിതിക്ക്, നിങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് ഇറങ്ങാത്ത സ്ഥിതിക്ക് കുഞ്ഞുങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടു നൽകാൻ ഉത്തരവുണ്ടാവും. കുട്ടികൾക്ക് നിശ്ചിത തുക അയാൾ മാസം തരേണ്ട ഒരു ഇതുമുണ്ടാകും. ഇപ്പോ അയാളുടെ പ്രശ്നം നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കരുത് എന്നാണ്. പരസ്പരം ചെളിവാരി എറിയുന്നത് നിർത്തിയിട്ട് സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൂടെ കുഞ്ഞുങ്ങളെ നോക്കി മുന്നോട്ട് പോകാൻ ചിന്തിക്കുക. അവർക്ക് വേണ്ടിയിട്ട് അയാൾ എന്തെങ്കിലും ഇടുന്നെങ്കിൽ അതെടുത്ത് ചെലവാക്കാൻ നിൽക്കാതെ അത് അവരുടെ പേർക്ക് തന്നെ ബാങ്കിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക നിങ്ങളുടെ മക്കളെ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അങ്ങനെയുള്ള എല്ലാ അമ്മമാരോടും എനിക്കതാണ് പറയാനുള്ളത്. ഒരു വ്യക്തി നമുക്ക് പൈസ തരും, ആ വ്യക്തിയുടെ പണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. നമ്മൾക്ക് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, നമുക്കുണ്ടാക്കാൻ പറ്റും, നമ്മൾ തന്നെ ഏൺ ചെയ്ത് നമ്മളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് മിടുക്ക്. കുഞ്ഞിന് ഏറ്റവും ഉത്തരവാദിത്തപൂർവ്വമുള്ളത് അമ്മയാണ്. അമ്മയോളം ഉത്തരവാദിത്തം മറ്റാർക്കുമില്ല. അച്ഛന് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അവൻ കൈ കഴുകി പോകും. പക്ഷെ നമ്മൾ ഉത്തരവാദികളാണ്. പല പെൺകുട്ടികൾക്ക് ഇത് തിരിച്ചറിയാതെയാണ് പ്രസവിച്ച് അങ്ങോട്ട് കൂട്ടുന്നത്. പ്രസവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇറ്റ്സ് നോട്ട് എ ഈസി വർക്ക്. അതുകൊണ്ട് ഹസ്ബൻഡിന്റെ സ്നേഹം, അറ്റൻഷൻ ഒക്കെ കൂടുതൽ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും ഈ ഒരു ദൌത്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. നിങ്ങൾ ഒരു മെഷീനായി നിൽക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിൽക്കുക. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ആണുങ്ങളെ വെരി ബിഗിനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്ക് ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ കിട്ടുന്ന തല്ലും വഴക്കും ഒക്കെ പ്രതീക്ഷയുണ്ട് പെണ്ണുങ്ങൾ പലതും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കും. ഒരിക്കലും ചെയ്യരുത്. അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വാക്കേ ലൈഫിൽ കൊണ്ടുവരാനേ നിൽക്കരുത്. നോ അഡ്ജസ്റ്റ്മെന്റ് അറ്റ് ആൾ. അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ. പക്ഷെ നമ്മളുടെ സ്പേസിലേക്ക്, നമ്മളുടെ ബെഡിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള റെസ്പെക്ട് എന്താണെന്ന് ആ ഒരൊറ്റ പ്രവൃത്തി കൂടെ തന്നെ തെളിയും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ബഷീർ ബഷീയുടെ കാര്യം. ബഷീർ ബഷീർ പറയുന്നത് എന്താണ്? ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരാൾക്ക് 4 ഭാര്യയെ വെക്കാമെന്നാണ്. ഒരിക്കലുമല്ല.
ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആദ്യത്തെ ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി ഇഷ്യൂസോ അവർക്ക് ഇയാളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവളുടെ സമ്മതത്തോടുകൂടി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നുള്ളതാണ്. അവളുടെ സമ്മതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ രണ്ട് ഭാര്യമാരിലും തുല്യത നിശ്ചയമായിട്ട് നിർബന്ധമായും വേണ്ടതാണ്. ഒരാൾക്ക് കൂടുതലോ ഒരാൾക്ക് കുറവോ കൊടുത്താലും പ്രശ്നമാണ്. ഇതൊക്കെ കൃത്യമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് 2 വിവാഹം ഓക്കെ എന്ന് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. അല്ലാതെ 4 കെട്ടിയില്ലെങ്കിൽ നായ്ക്ക് പറഞ്ഞവരെന്നും 10 കെട്ടിയില്ലെങ്കിൽ പന്നിക്ക് പറഞ്ഞവെന്ന ടേം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്ക് ഇടപെടലുകൾ നടത്തേണ്ട മഹല്ല് കമ്മിറ്റിയോ അവരുടെ സഹോദരങ്ങളോ ആണ്. ഇവന്റെ വീരവാദവും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ കണ്ടിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, അവിടെയും ശരീഅത്ത് കോടതിയാണ്. അവിടെയും ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും നോർക്ക വഴി. അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ആ കുട്ടി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിയുടെ ID ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി കോൺടാക്ട് ചെയ്ത് കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 3 കുഞ്ഞുങ്ങളുമായിട്ട് തനിച്ച് ജീവിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പെൺകുട്ടി വീണ്ടും ഇതുപോലെ അശ്ലീകരവും അപമാനകരവുമായ രീതിയിൽ അവഹേളിക്കപ്പെടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ കുട്ടിയെ വെച്ച് ഇവൻ ഉണ്ടാക്കുന്ന ആ ഒരു ഇൻകം, അതിന്റെ ഒപ്പം അവളെ അവഹേളിച്ചുകൊണ്ട് അവന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് മറ്റു പെൺകുട്ടികൾ മനസ്സിലാക്കാൻ, അവന്റെ ഒപ്പമുള്ള ഇപ്പോഴത്തെ മഹാറാണികൾ മനസ്സിലാക്കാനാണ്. ഈ പെൺകുട്ടി വെറും ഒരു പഴുത്ത പ്ലാവിലെയാണ്. നിങ്ങൾ പച്ചയും, നിങ്ങളും പഴുക്കും, നിങ്ങളും താഴെ വീഴും. നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്നത് ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാനും ഉതകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫോർ എക്സാമ്പിൾ, ബാലയുടെ 2ാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന 3ാമത്തെ ഭാര്യയായ എലിസബത്ത്, അന്ന് അവരെ ഏറ്റവും കൂടുതൽ ചിരിച്ചിരുന്നു. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? എന്തിനാണെന്ന് പോലും പറയാതെ, എന്താണ് കാര്യമെന്ന് പോലും പറയാതെ നിസ്സാരമായി അവരെ എടുത്ത് കുപ്പത്തൊട്ടിയിലിട്ടിട്ട് അയാൾ വേറൊരു വിവാഹം കഴിച്ച് വലിയ മാന്യനായിട്ട് നടക്കുന്നു. ആണുങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര അക്സെപ്റ്റൻസ്, പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ ഭൂലോക ദുരന്തവുമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനും എക്സാമ്പിൾ ഉണ്ട്. നസ്രിയ സുൽത്താന, ആ പെങ്കൊച്ച് ചെയ്തത് എന്താണെന്ന് കണ്ടില്ലേ? നിവൃത്തി കേടുകൊണ്ട് വേറെ വഴിയില്ലാതെ തനിക്ക് കൈനീട്ടി ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചത് ജാതി അടിസ്ഥാനത്തിൽ അവളെ എടുത്തു വെച്ച് അവഹേളിക്കുന്നത് കാണാം. അപ്പൊ സ്ത്രീകൾക്ക് ഇവിടെ വേറൊരു കൺസേണും ആണുങ്ങൾക്ക് വേറൊരു കൺസേണും ആണ്. അവർ ചെയ്യുമ്പോൾ അത് ഓക്കെ, നിയമപരമായി ഓക്കെ, ശരീഅത്തുപരമായി ഓക്കെ എന്നൊക്കെ പറയുന്നത് അവരവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. വസ്തുതാപരമായി പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്കാണ് സാധ്യതകൾ ഏറെയും. കോടതിയിൽ കേസിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് ഇത് കിട്ടും. ജമാഅത്ത് കമ്മിറ്റികൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവുകയും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പെൺകുട്ടികളെ സഹായിക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ ഇസ്ലാം മത നിയമം പറഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ അവഹേളനത്തിൽ വിട്ടുകൊടുക്കരുത്. ഇപ്പൊ സ്വാഭാവികമായും പെൺകുട്ടികൾക്ക് മതത്തിൽ നിന്ന് ഒരു ഇടർച്ചയും ഒരു മാറി നിൽക്കലും ഒക്കെ സ്വാഭാവികമായിട്ട് വരും. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? ഒരു അമ്മയിൽ കൂടെയാണ് അടുത്ത സമൂഹം വരുന്നത്. മക്കളിലേക്കും അത് പകർന്നു കിട്ടും. അങ്ങനെയാണ് അവർ ഈ വിഭാഗത്തിനെതിരെ തന്നെ നിൽക്കുന്ന ഒരു വ്യവസ്ഥ വരുന്നത്. ആൺമേൽക്കോയ്മ ഉള്ളത് തന്നെയാണ് എല്ലാ വിഭാഗവും. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ചിന്തിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാവുകയാണ് വേണ്ടത്. കാര്യം പറയുകയാണെങ്കിൽ മതഗ്രന്ഥത്തിലും മതവും പറയുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം, സംരക്ഷിക്കണം എന്നാണ്. പക്ഷെ കാലക്രമേണ വന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടികൾ കൂടെ അക്സെപ്റ്റൻസ് കൊടുക്കാത്ത രീതി വരുമ്പോഴത്തേക്കാണ് അവഹേളനം മതത്തിന് നേരിടേണ്ടി വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന വ്യക്തി കുട്ടികളെ കൂടെ വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ വലിയ മഹാനാകുന്നില്ല. അവൻ സത്യത്തിൽ ചെയ്യുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിരിച്ചുകൊണ്ടുപോയതാണ്. ആ പെൺകുട്ടിക്ക് ആസ്തിയില്ല, അതുങ്ങളെ നോക്കാനുള്ള പാങ്ങില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി മൗനമായിരിക്കുന്നു. അവളുടെ ചില തകർച്ചകൾ മറ്റവൻ ഉപയോഗിക്കുന്നു. ഇപ്പോഴെങ്കിലും മുൻപോട്ട് വന്ന് കാര്യം പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നു. എന്റെ ഭാഗം ഞാൻ ഈ സപ്പോർട്ട് അവൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിയിരുന്നു. കാരണം ആ പെൺകുട്ടി അനുഭവിച്ച വിഷമതകൾ ഓരോന്നും ഒക്കെ എടുത്ത് വെച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും അവൻ ആ പെൺകുട്ടി മഹാവൃത്തികെട്ടതാണ് എന്ന് പറയുന്നു. പരസ്പരം ചെളിവാരി എറിയുന്ന കുടുംബങ്ങൾ മനസ്സിലാക്കാൻ, ദാമ്പത്യത്തിലുള്ള കാര്യമാണ് പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചത് കൊണ്ടാണ്, 3 വട്ടമെങ്കിലും സന്തോഷിച്ചത് കൊണ്ടാണ് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ സന്തോഷം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരസ്പരം ചെളിവാരി എറിയാതിരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കും. നിങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ സാധനം മറഞ്ഞു പോകത്തില്ല, ആളുകളുടെ ഉള്ളിലും ഉണ്ടാകും. അത് കുഞ്ഞുങ്ങളെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടായിക്കൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മ്യൂച്വലായിട്ട് അങ്ങ് അമിക്കബിളി ഇത് സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും 2 കൂട്ടർക്കും നല്ലതെന്നാണ് എനിക്ക് മനസ്സിലാവും. പിന്നെ വലിയ വായ്ത്താളം അടിക്കുന്ന ആറിയെ അവിടുന്ന് തന്നെ കടത്തി വിടേണ്ടി വേണ്ടത്. അവനുള്ള ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കൊണ്ടാണല്ലോ അവൻ ഈ പെൺകുട്ടിയെ അടിക്കുന്നത്. മര്യാദയ്ക്ക് ജീവിച്ചു പോട്ടെ. ആ പെൺകുട്ടിയെ മോശം പറയുന്ന, അവന്റെ കയ്യിലിരിക്കുന്ന അവന്റെ കുഞ്ഞിന്റെ ഉമ്മയെ ചീത്ത വിളിക്കുന്ന അവനെ അവിടെയുള്ള ജനങ്ങളാണ് കൈകാര്യം ചെയ്തത്. ഇതിനൊക്കെ KMCC ഒക്കെ ഇടപെടേണ്ട കേസുകളാണ്.
നോർക്ക ഇടപെട്ട് ആ കുട്ടികളെ എത്രയും പെട്ടെന്ന് അവൾക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാനും അതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതിയും കൊടുക്കണം. കാരണം ഇത്രയധികം മോശമായ അവസ്ഥയിൽ ആ പെൺകുട്ടി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു വഴി ഈ കുട്ടി തന്നെ തുറന്നു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിവോടെ എല്ലാവരും ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിയുടെ ടൈം ലൈൻ, അതായത് അതിന്റെ ചാനല് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാം. സോ സപ്പോർട്ട് ചെയ്യേണ്ടവർ അവിടെ പോയി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവള് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് കയറി കല്യാണാലോചനയും കൊണ്ട് ഓരോരുത്തവരെ തള്ളാതിരിക്കുക. ദയവ് ചെയ്തിട്ട് നിനക്കൊക്കെ കെട്ടിക്കോളാൻ വൈകി വല്ല മുല്ലുമുരുക്കിലും കയറിയിട്ട് താഴോട്ട് നിരങ്ങി അങ്ങ് ഇറങ്ങി നിന്റെയൊക്കെ സോക്കേടങ്ങ് തീരും. ആ പെൺകുട്ടിക്ക് വേണ്ടത് സഹായമാണ്, സപ്പോർട്ടാണ്. സ്ത്രീകളാണ് കൂടുതൽ പോയി സംസാരിക്കേണ്ടത്. അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മളൊക്കെ ഒത്തു നിൽക്കുകയാണ് വേണ്ടത്. കാരണം ഒറ്റയ്ക്കാണ്. മക്കളെ അമ്മയിൽ നിന്ന് പിരിക്കുന്നത് ഒരു വലിയ ക്രൈമാണ്. അവന് ചെലവിന് കൊടുക്കാൻ മടിച്ചിട്ടാണ് കൊച്ചുങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ചോദ്യം വരാം, എന്തിനാ കൊച്ചുങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത്? അപ്പം ചെലവല്ലേന്ന്. ആ ചെലവ് അവൻ സഹിക്കും. കൂട്ടത്തിൽ ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളു എന്നതിനപ്പുറം കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും വരത്തില്ല. പക്ഷെ അത് അവളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആ പെൺകുട്ടിയും ഒരു കാരണവശാലും മറ്റൊരുത്തന്റെ കയ്യിൽ, പ്രത്യേകിച്ച് അവൻ വാപ്പ ആണെങ്കിൽ പോലും ഒരു ഏജ് കഴിഞ്ഞാൽ അവൾ സെക്യൂറായി ഇരിക്കുന്നത് അമ്മയുടെ ഒപ്പം തന്നെയാണ്. അപ്പൊ അമ്മയ്ക്കൊപ്പം തന്നെയാണ് പെൺകുട്ടി വളരേണ്ടത്. അതിന് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടു കൊടുക്കുകയും അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അതുകൊണ്ട് അവൾ ജീവിക്കാൻ തീരുമാനിക്കരുത്. അവൾക്കും ഒരു ജോലി കണ്ടെത്തി അവളും സ്വസ്ഥമായി ജീവിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ തീരുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേപോലെ നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന പെൺകുട്ടികളോട് പറയുന്നതാണ്, ഇതും കടന്നു പോകും. ഇത് മാത്രമാണ് ലൈഫ്. അയാൾ നഷ്ടപ്പെട്ടു, എനിക്കിനി ലൈഫേ ഇല്ല, ജനം എന്ത് പറയുമെന്ന് ചിന്തിക്കരുത്. ഒരു 100 വർഷത്തിനപ്പുറം നിങ്ങൾ ജീവിച്ചിരുന്നോന്ന് പോലും ഒരാൾക്കും അറിയാൻ ഒക്കുന്നില്ല. ഇത് നിങ്ങളുടെ ലൈഫാണ്. മാക്സിമം സംയമനം പാലിച്ച് സഹിഷ്ണുതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ശ്രമിക്കൂ. നന്നായി അധ്വാനിക്കൂ. നിങ്ങളുടെ ഒരു കൈ, നിങ്ങളുടെ അധ്വാന ഭാരം കൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഒരാളും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. പെൺകുട്ടികളോട് എപ്പോഴും ഞാൻ പറയുന്നതാണ്, വിവാഹമല്ല നമ്മളുടെ ലക്ഷ്യം. നമ്മൾ സ്വയം പര്യാപ്തരാവുക എന്നാണ്. ഏണിംഗ് പോയിന്റ് നമ്മുടെ കയ്യിൽ നമ്മളൊരു ഏണിംഗ് മെമ്പർ ആണെങ്കിൽ നമ്മളെ ഒരാളും ചവിട്ടിത്തേക്കില്ല, ഇടിച്ചു താഴ്ത്തത്തില്ല. നമ്മളുടെ കാശ്, നമ്മളുടെ പണം, നമ്മളുടെ രീതിയിലുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ആർക്കും നമ്മളെ ഒരു രീതിയിലുള്ള കുറ്റം പറയാനും ഇതുണ്ടാകത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. 3 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അയാളും കൂടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ അയാൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ ഈ അമ്മയ്ക്ക് മാത്രം സാധിക്കും. 7-8 മക്കളെ പോറ്റി അമ്മമാരുണ്ട്. അപ്പോൾ ഇത് 3 കുഞ്ഞുങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ആകത്തില്ല. എന്തെങ്കിലും തൊഴിൽ ചെയ്ത കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കി കൊണ്ടുവരിക. നിന്നെ ചെയ്തതും നിന്നെ അവഹേളിച്ചതിനും കുഞ്ഞുങ്ങൾ മറുപടി പറയുന്ന ഒരു കാലം വരും. ക്ഷമയോടെ കാത്തിരിക്കുക. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.